റിയുമോ ഉഹദ് മലയോളം വലിപ്പമുള്ള നന്മകളുമായിട്ട് റബ്ബിന്റെ മുന്നിലോട്ട് കടന്നു വന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ആരെയൊക്കെ കുറിച്ചാണോ അപരാധം പറഞ്ഞിട്ടുള്ളത്, അവൻ ആരെയൊക്കെ കുറിച്ചാണോ മോശത്തരം പറഞ്ഞിട്ടുള്ളത്, അവൻ ആരെയൊക്കെ കുറിച്ചിട്ടാണോ ഏഷണി പറഞ്ഞിട്ടുള്ളത്, ആ ആളുകളാണ് വരി വരിയായിട്ട് നിന്നിട്ട് റബ്ബിനോട് പരാതി പറയുന്നത്. ഈ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയുന്നു, മലായിക ഇവൻ ചെയ്ത നന്മകളെടുത്ത് ഇവൻ ആരുടെയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടോ അതിന്റെ അളവനുസരിച്ച് ഇവന്റെ നന്മകളെടുത്ത് അവർക്ക് കൊടുക്കും മലക്കുകള്. ഇവർക്ക് അവരുടെ നന്മ എടുത്തു കൊടുക്കൂ, ഇവർക്ക് അവന്റെ നന്മ എടുത്തു കൊടുക്കൂ. കുറ്റം പറഞ്ഞതിന്റെ, പരദൂഷണം പറഞ്ഞതിന്റെ, കളവ് പറഞ്ഞതിന്റെ അളവനുസരിച്ച് ആ മനുഷ്യന്റെ നന്മകളെടുത്ത് മലക്കുകൾ അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി കൊടുക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ അവന്റെ നന്മകളെല്ലാം അവിടുന്ന് തീർന്നു പോവുകയാ. ഒരു നന്മ പോലും അവശേഷിക്കാതിരിക്കുകയാ. ഉഹദ് മലയോളം വലിപ്പമുള്ള നന്മകളുമായിട്ട് വന്നവന്റെ എല്ലാ നന്മകളും അവിടുന്ന് തീർന്നു പോവുകയാണ്. പക്ഷേ ഇവൻ കുറ്റം പറഞ്ഞവര് ബാക്കി നിൽക്കുകയാണ്, ഇവൻ അപരാധം പറഞ്ഞവര് ബാക്കി നിൽക്കുകയാണ്. അവരല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ ഇവന്റെ നന്മകളെല്ലാം തീർന്നു അല്ലാ. ഇവൻ ഞങ്ങളെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്, ഇവൻ ഞങ്ങളെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബം തകർത്തിട്ടുണ്ട്, എന്റെ മക്കളെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തുവെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇവൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഇവനെ നീ വെറുതെ വിടല്ലേ അല്ലാ. ആളുകൾ അല്ലാഹുവിന്റെ മുന്നിൽ വരി വരിയായിട്ട് നിന്ന് പരാതി പറയുമ്പോൾ, അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് വരി വരിയായിട്ട് നിന്ന് പരാതി പറയുമ്പോൾ അല്ലാഹു മലക്കുകളോട് പറയുകയാണ്, ഇവന്റെ നന്മകളെല്ലാം തീർന്നുപോയ സ്ഥിതിക്ക്, ഇവന്റെ നന്മകളെല്ലാം തീർന്നുപോയ സ്ഥിതിക്ക് ഇനി ആരൊക്കെയാണോ വരി വരിയായിട്ട് നിൽക്കുന്നത്, ഇനി ആരൊക്കെയാണോ ഇവനെ കുറിച്ച് പരാതി പറയാൻ നിൽക്കുന്നത്, അവരുടെ തിന്മകളെടുത്ത് ഇവന്റെ മുതുകിലോട്ട് വെക്കും മലായിക. ആരെയൊക്കെ കുറിച്ച് അപരാധം പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാം തിന്മകളെടുത്ത് ഇവന്റെ മുതുകിലോട്ട് വെക്കും മലക്കുകളെ. അവസാനമതാ പർവ്വത സമാനമായ നന്മകളുമായിട്ട് കടന്നു വന്നവൻ പർവ്വത സമാനമായ തിന്മകളുമായിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. നന്മകളെല്ലാം മാറിയിട്ട് തിന്മകളായിട്ട് മാറുകയാണ്. തിന്മയുടെ കൂമ്പാരവും മുതുകിൽ വെച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്, ഉദ്ഖുലുന്നാർ, നിനക്കാണടാ നരകം പടച്ചു വെച്ചിരിക്കുന്നത്, നിനക്കാണടാ നരകം പടച്ചു വെച്ചിരിക്കുന്നത്. വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അലറി നിലവിളിച്ച് കടന്നു വരുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം പരദൂഷണം പറയുന്നവനോ, പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവളോ, മറ്റൊരാളുടെ കുടുംബം തകർത്തവരോ, ഇല്ലാത്തത് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയവരോ, പരദൂഷണവും മേഷണയും പറഞ്ഞുകൊണ്ട് നടന്ന് മറ്റൊരാളെ പരിഹസിക്കുന്നത് തൊഴിലാക്കിയവരോ, അവരാട് നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗം. അല്ലാഹു വെറുതെ വിടില്ല സഹോദരോ, അല്ലാഹു വെറുതെ വിടില്ല മുസ്ലിമേ. ഈ നാവിനെ സൂക്ഷിക്കാത്ത കാലത്തോളം അല്ലാഹു നിന്റെ ഇബാദത്തുകളെ സ്വീകരിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാണ്, അതാ സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്
രണ്ടാമത്തെ വട്ടം കാഹളമൂതുമ്പോൾ മരിച്ചു കിടക്കുന്നവരെല്ലാവരും വെളിയിലോട്ട് വരികയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കോ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ, ആദ്യത്തെ വട്ടമൂതുമ്പോൾ ലോകം മുഴുവനും നശിക്കുകയാണ്. താരാപഥങ്ങൾ മുഴുവനും താഴോട്ട് വരികയാണ്. സൂര്യൻ ഉതിർന്ന് വീഴുകയാണ്. ചന്ദ്രൻ താഴോട്ട് പതിക്കുകയാണ്. മലകളെല്ലാം പർവ്വതങ്ങളെല്ലാം പഞ്ഞിക്കെട്ടുകളെ പോലെ പാറി നടക്കുകയാണ്. കടല് കത്തുകയാ. ലോകം അവസാനിക്കുന്നത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് ഒന്നാമത്തെ വട്ടമൂതുമ്പോഴാണ്. 40 വർഷം കഴിയുമ്പോൾ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ അനുമതിയോടെ രണ്ടാമതും മൂതും. ഈ സമയത്താണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ